മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഡൊണാൾഡ് ട്രംപിന്റെ വക ഒരു വമ്പൻ നയതന്ത്ര ബോംബ് വീണിരിക്കുകയാണ്. ഇത്തവണ കളി അമേരിക്കയും ഇറാനും തമ്മിൽ മാത്രമല്ല, അതിന്റെ നടുവിലേക്ക് സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത്, എന്തിനേറെ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനെ വരെ ട്രംപ് വലിച്ചിഴച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു സമാധാന കരാർ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ ട്രംപ് ഇപ്പോൾ ഒരു പുതിയ നിബന്ധന വെച്ചിരിക്കുകയാണ്. ഇറാനുമായി ഞങ്ങൾ സമാധാനത്തിൽ ഒപ്പിടണമെങ്കിൽ നിങ്ങൾ ഗൾഫ് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു വന്ന് ഇസ്രായേലിനെ അംഗീകരിക്കണം. അതെ, തന്റെ ആദ്യ ഭരണകാലത്തുണ്ടാക്കിയ ഏബ്രഹാം അക്കോർഡ്സ് എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഉടൻ ഒപ്പിടണമെന്നാണ് ട്രംപിന്റെ കർശനമായ വാശി. അവർ അതിന് ബാധ്യസ്ഥരാണ് എന്നാണ് ട്രംപ് ക്യാബിനറ്റ് മീറ്റിംഗിൽ പരസ്യമായിട്ട് പറഞ്ഞത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഏബ്രഹാം അക്കോർഡ്സ്? ട്രംപിന്റെ ഈ ഒരു ഭീഷണിയിൽ മുസ്ലിം രാജ്യങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്? പാകിസ്ഥാൻ ഇതിൽ എങ്ങനെയാണ് പെട്ടുപോയത്? പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് ഈ ഏബ്രഹാം അക്കോർഡ്സ് എന്ന് മനസ്സിലാക്കാം. യഹൂദ, ക്രിസ്ത്യൻ, ഇസ്ലാം മതങ്ങളുടെ പൊതുപിതാവായ എബ്രഹാമിന്റെ പേരിനെ അടിസ്ഥാനമാക്കിയാണ് ട്രംപ് 2020 അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടേമിൽ ഇതിന് തുടക്കമിട്ടത്. ഇസ്രായേലും അറബ് മുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിച്ച് നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ എന്നീ രാജ്യങ്ങൾ ഇതിനകം തന്നെ ഇതിൽ ഒപ്പുവെച്ച് ഇസ്രായേലുമായിട്ട് ബിസിനസ്സും നയതന്ത്ര ബന്ധവുമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നായിരുന്നു ഇത്. ഇപ്പോൾ ഇറാന്റെ വിട്ടുവീഴ്ചകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെയും അതുപോലെ ക്യാബിനറ്റ് മീറ്റിംഗിലൂടെയും പുതിയൊരു കളി പുറത്തെടുത്തിരിക്കുകയാണ്. സൗദി അറേബ്യ, ഖത്തർ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഒന്നിച്ച് ഏബ്രഹാം അക്കോർഡ്സിൽ ഒപ്പിടണം. ട്രംപിന്റെ സ്പെഷ്യൽ എൻവോയ്മാരായ ജാരഡ് കുഷ്നറും സ്റ്റീവ് വിറ്റ്കോഫും ഇതിനായിട്ട് തിരക്കിട്ട ചർച്ചകളിലുമാണ്. ട്രംപ് പരസ്യമായിട്ട് പറഞ്ഞത് ഇതാണ്: അമേരിക്ക ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് മിഡിൽ ഈസ്റ്റ് പസിൽ ഒതുക്കി കൊണ്ടുവരുമ്പോൾ ഈ രാജ്യങ്ങൾ ഒപ്പിടാൻ ബാധ്യസ്ഥരാണ്. ഒന്നോ രണ്ടോ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാം, അത് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ഇത് സൈൻ ചെയ്യണമെന്നാണ് ട്രംപ് പറയുന്നത്. ഇല്ല എങ്കിൽ ഞങ്ങൾ ഈ ഇറാൻ പീസ് ഡീലിൽ നിന്ന് വരെ പിന്മാറും. ഇതാണ് ട്രംപിന്റെ വാക്കുകൾ. പക്ഷെ ട്രംപ് വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഗൾഫ് രാജ്യങ്ങൾ വലിയൊരു കെണിയിലാണ്, പ്രത്യേകിച്ചും സൗദി അറേബ്യ. സൗദിയുടെ നയം വളരെ വ്യക്തമാണ്. പലസ്തീൻ എന്നൊരു സ്വതന്ത്ര രാജ്യം യാഥാർത്ഥ്യമാകാതെ തങ്ങൾ ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കില്ല എന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇനി ഖത്തർ ആകട്ടെ ഇസ്രായേൽ ഹമാസ് ചർച്ചകളിൽ ഒരു ന്യൂട്രൽ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇസ്രായേലുമായിട്ട് കൈകോർക്കാൻ അവർക്ക് കടുത്ത രാഷ്ട്രീയ ബുദ്ധിമുട്ടുകളുമുണ്ട്. ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായത് പാകിസ്ഥാനാണ്. ഈ US ഇറാൻ ചർച്ചകളിൽ മധ്യസ്ഥനായി നിൽക്കുന്നത് പാകിസ്ഥാനാണ്. എന്നാൽ ട്രംപ് ഒപ്പിടാൻ ആവശ്യപ്പെട്ട മുസ്ലിം രാജ്യങ്ങളുടെ ലിസ്റ്റിൽ പാകിസ്ഥാനുമുണ്ട്. ഇവിടെയാണ് ആ ഒരു ട്വിസ്റ്റ്. ട്രംപിന്റെ ലിസ്റ്റ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ഒരു പഴയ TV ഇന്റർവ്യൂ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ഞങ്ങളുടെ അടിസ്ഥാനപരമായ ആശയങ്ങൾക്ക് വിരുദ്ധമായി ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരു കരാറിലും പാകിസ്ഥാൻ ഒപ്പിടില്ല. അത് ഞങ്ങൾക്ക് ഒട്ടും സ്വീകാര്യമല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒരു ദിവസം പോലും വാക്ക് പാലിക്കാത്ത ഇസ്രായേലുമായിട്ട് ഞങ്ങൾ എങ്ങനെ ചർച്ചയ്ക്കിരിക്കും? ഞങ്ങളുടെ പാസ്പോർട്ടിൽ ഇസ്രായേലിലേക്ക് പോകാൻ അനുമതിയില്ല എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. ഈ നിർദ്ദേശം പാകിസ്ഥാൻ ഒരിക്കലും അംഗീകരിക്കാനാകില്ല. പാക് വിദേശകാര്യ മന്ത്രാലയവും ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ US സെനറ്റർ ലിൻസി ഗ്രാം പാകിസ്ഥാനെതിരെ കടുത്ത ഭാഷയിൽ രംഗത്തെത്തി. ഇസ്രായേലിനോട് ഇത്രയും കടുത്ത ശത്രുതയുള്ള പാകിസ്ഥാൻ എങ്ങനെയാണ് ഒരു നിഷ്പക്ഷ മധ്യസ്ഥനാവുക? അത് പ്രോബ്ലമാറ്റിക് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, US ഇറാൻ യുദ്ധത്തിനിടയിൽ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമതാവളങ്ങൾ ഇറാൻ മിലിറ്ററിക്ക് ഉപയോഗിക്കാൻ നൽകി എന്ന ചില രഹസ്യ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് സത്യമാണെങ്കിൽ പാകിസ്ഥാന്റെ മീഡിയേറ്റർ റോൾ തന്നെ US റദ്ദാക്കിയേക്കും. പണ്ടൊരിക്കൽ ഇമ്രാൻഖാനും ഇത് തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണവും സഹായവും വേണമെങ്കിൽ നാട്ടിലെ കടുത്ത ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ എതിർപ്പ് ഭയന്ന് ഇസ്രായേലിനെ അംഗീകരിക്കാൻ പാകിസ്ഥാന് കഴിയില്ല. മറ്റൊരു കാര്യം, ഈ ഏബ്രഹാം അക്കോർഡ്സ് ചർച്ചകൾക്കായിട്ട് ട്രംപ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തെ അല്ല, മറിച്ച് പാക് ആർമി ചീഫായ ജനറൽ അസീം മുനീറിനെയാണ് നേരിട്ട് ബന്ധപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ പാടെ അവഗണിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ ഈ ഒരു നീക്കം പാകിസ്ഥാന്റെ യഥാർത്ഥ പവർ സെന്റർ മിലിറ്ററി തന്നെയാണ് എന്ന് ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി അടിവരയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ട്രംപിന്റെ ലക്ഷ്യം ഒന്നു മാത്രമാണ്: ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ക്രെഡിറ്റ് എടുക്കുക, ഒപ്പം ഇസ്രായേലിനെ മിഡിൽ ഈസ്റ്റിലെ രാജാക്കന്മാരാക്കി മാറ്റുക. ഇതിനായിട്ട് അദ്ദേഹം മുസ്ലിം രാജ്യങ്ങൾക്ക് മേൽ കടുത്ത സാമ്പത്തിക രാഷ്ട്രീയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. എന്നാൽ സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധത്തെ ഭയന്ന് പല മുസ്ലിം രാജ്യങ്ങളും ഇതിൽ നിന്ന് എങ്ങനെ വഴുതി മാറുമെന്ന് ചിന്തിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.